ഇതാണോ ഇത്ര വലിയ കാര്യം? താമസിക്കുന്ന വീട് വൃത്തിയോടും വെടിപ്പോടും വെക്കുന്നത് ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്വം. അതിനെന്താ അവർക്ക് ദണ്ണായി പോയെങ്കില് മരുമകളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ തന്നെത്താനങ്ങ് തറ തുടച്ചോ. എല്ലാരും ഒറ്റ കയ്യാടി. ആ ഭൂലോക സുന്ദരി അങ്ങേരെയും കണ്ണു കാണിച്ച് മയക്കി വെച്ചിരിക്കുക. ഇപ്പോഴും ചില ലീലാവിലാസങ്ങൾ ഉണ്ടെന്നാണല്ലോ കേൾവി. അങ്കിള് ശരിക്കും മനസ്സിലെന്തൊക്കെയോ സംസാരിക്കുക. അല്ല, എന്താ മോളെ നീ കാണിക്കുന്നത്? നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? ആരും പറഞ്ഞിട്ടൊന്നും അല്ല അച്ഛാ, വെറുതെ ഇരുന്നപ്പോ അങ്ങനെ തോന്നി. നിറയെ അഴുക്കായിരുന്നു, ഇതാ കണ്ടില്ലേ? അഴുക്കോ മെഴുക്കോ എന്ത് വേണേലും അവിടെ കിടന്നോട്ടെ, അതൊക്കെ നോക്കാൻ ഇവിടെ വേറെ ആളുണ്ട്. മോളെ എഴുന്നേക്ക്, എണീക്ക് എണീക്ക്. തീർന്നല്ലോ അച്ഛാ, ഇതാ ഇനി ഇത്രയും കൂടെ ഉള്ളൂ. നിന്നോട് എഴുന്നേക്കാനാ പറഞ്ഞത്. മാധു, എടി മാധു. എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? മാധു അടുക്കളയിൽ പണിയെടുക്കുക. എന്താ വേണ്ടേ? നീ ഇത് കണ്ടില്ലേ? എന്തേ ഈ മാതിരി പണികളൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളില്ലേ? ഓഹോ, ഇതാണോ ഇത്ര വലിയ കാര്യം? താമസിക്കുന്ന വീട് വൃത്തിയോടും വെടിപ്പോടും വെക്കുന്നത് ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്വം. അതിനെന്താ? അതിന് എന്താണെന്നോ? ഒന്നുമില്ലേ എടി, അതിന് ശാലിനി തന്നെ വേണോന്നാ ഞാൻ ചോദിച്ചത്. അയ്യോടി, ശാലിനിക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത? ഇവള് പെണ്ണല്ലേ? നിന്നോട് വെറുതെ മുട്ടാപ്പോക്ക് പറയാനല്ല പറഞ്ഞത്. മാധുവിനെ വിളിച്ചേ, അവക്ക് ഇവിടെ എന്താ ഉദ്യോഗം എന്ന് അറിയണമല്ലോ. ഇത് നല്ല കൂത്ത്. ഇതത്ര വലിയ മഹാകാര്യമൊന്നല്ലോ. പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ തുള്ളുന്നത്? അഥവാ അത്രയ്ക്ക് ദണ്ണായി പോയെങ്കില് മരുമകളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ തന്നെത്താനങ്ങ് തറ തുടച്ചോ. അത് നിനക്കും ആവാലോ. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. തിന്നു മതിച്ച് അനങ്ങാൻ പാറായിട്ട് ഒരിടത്ത് മാറി ഇരിക്കല്ലേ. അയ്യോ അച്ഛാ, ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ വെറുതെ വഴക്കിടല്ലേ. അതേടി, നീ കാരണം ഇവിടെ വഴക്കുണ്ടാകാൻ പോകുന്നത്. നീ എന്നിവിടെ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി ഇവിടുത്തെ ദുരിതം. നീ ഇന്നലെ എന്റെ മോളെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിച്ചു. ഇന്നിതാ ഇങ്ങേരെ കൊണ്ടു. നീ ഇവിടെ മുട്ടിച്ച് അടങ്ങുമല്ലടി. കഞ്ചനെ, നീ അതിൽ കടന്ന് സംസാരിക്കരുത്, ചുവട് മറക്കരുത്. ചുവട് മറക്കുന്നതേ ഞാനല്ല, നിങ്ങളാ. നിങ്ങൾ അയ്യോ കഞ്ചനമ്മേ, കഞ്ചനമ്മേ. തൊട്ടു പോകരുതെന്നെ. ഇപ്പൊ ചുവട് മറന്നത് ആരാടി? എടി, സ്വന്തം ചുവടുകളെ കുറിച്ച് ബോധമില്ലാത്തവർക്ക് ഇതാണ് അനുഭവം. അടിതെറ്റി വീഴുന്നതേ എപ്പോഴാണെന്നറിയില്ല. ചിരിച്ചോ മനുഷ്യ, നിങ്ങൾ ചിരിച്ചോ? അവളുമാരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ അപമാനിച്ചോ? ദുഷ്ടനാ നിങ്ങൾ, ദുഷ്ട. ഓ എന്റെ നടുവേ. പിടിക്കച്ച. കഷ്ടമായിപ്പോയി. കഞ്ചനമ്മയുടെ നടുവിന് കാര്യമായിട്ട് വല്ലതും പറ്റിട്ടുണ്ടാവോ? പറ്റുന്നെങ്കിൽ പറ്റട്ടടി മോളെ. കുറച്ച് നാളെങ്കിലും ഉപദ്രവമില്ലാതെ എവിടെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കുമല്ലോ. മോൾ അതൊന്നും ഗവനിക്കണ്ട. പോയടി. അയ്യോ, ഇച്ചിരി വെള്ളം തിളപ്പിച്ച് എന്റെ നടുവിനൊന്ന് പിടിച്ചു താടി. ചേച്ചി ഇത് എന്തു പറ്റി? കുളിമുറിലെങ്ങാൻ തെന്നി വീണോ? വീണതല്ലടി, വീഴ്ത്തിയതാ. ആ ഒരുമ്പട്ട് അവൾ എന്നെ തള്ളിയിട്ടതാ. ആര്? അവലക്ഷണം പിടിച്ച ഒരുത്തിയെ ഇവിടെ കെട്ടിയെടുത്തില്ലായോ, ഒരു സൗന്ദര്യ റാണിയെ. 3
ആണുങ്ങൾ അവളുടെ ദൃഷ്ടി ഏറ്റപ്പോ തന്നെ ചത്തില്ലോടി. ഓ, അയ്യോ എന്റെ നടുവേ. അവളെ ഞാൻ ഇവിടെ ഇട്ട് മൂക്കുകൊണ്ട് ഇച്ഛ വരപ്പിക്കും, നീ നോക്കിക്കോ. അടി, നീ ഇച്ചിരി വെള്ളം ചൂടാക്കടി, എന്റെ നടു പൊട്ടിപ്പോന്നേ. എന്താ ചേച്ചി സംഭവിച്ചത്? ജോലി ചെയ്യാതെ മാറിക്കിടക്കുന്നു പറഞ്ഞ് ഞാൻ ഇന്നലെ അവളൊന്ന് വഴക്ക് പറഞ്ഞു പോയില്ലേ, അതിനവളൊന്ന് പകരം വീട്ടിയതാ. തറ തുടക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ നടന്നു വരുന്ന വഴിയിൽ അവൾ വെള്ളം കോരി ഒഴിച്ചടി. വീണ് കിടന്നപ്പോ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ കൂടി ആ രാക്ഷസി ഒന്ന് വന്നില്ലടി. അത് കണ്ട് ചിരിക്കാൻ അങ്ങേരും. ആര്? വേറെ ആരാ, അങ്ങേര് തന്നെ, എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ മനുഷ്യൻ തന്നെ, കോച്ച് കപ്പുകുറ്റൻ നായര്. എല്ലാരും ഒറ്റ കയ്യാടി. ആ ഭൂലോക സുന്ദരി അങ്ങേരെയും കണ്ണു കാണിച്ച് മയക്കി വെച്ചിരിക്കുക. അയ്യോ, എന്താ ചേച്ചി പറയുന്നത്? ഇക്കാലത്ത് അങ്കിളെന്നും മരുമോളെന്നൊന്നും ഇല്ലടി. ദിവസവും ഇങ്ങനെയുള്ള എത്രയെത്ര വാർത്തകളാ നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. അയ്യോ, എനിക്കിതൊന്നും കേക്കണ്ടായേ. അവനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ ഗിരി, ഒക്കെ ഞാൻ പൊളിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്തിനാ ചേച്ചി ആ ഗിരിക്കുഞ്ഞിന്റെ സ്വസ്ഥത കൂടി നശിപ്പിക്കുന്നത്? വേലക്കാരികൾ വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നോണം, അല്ലാതെ വലിയ ഉപദേശത്തിനൊന്നും വരണ്ട. എന്തു വേണോന്ന് ഞാൻ തീരുമാനിച്ചോളാം, കേട്ടല്ലോ? തരകൻ സാറിന് മണിയടിക്കാൻ കേവലം ഒരു കോഫി കൊണ്ട് മാത്രം കഴിയുന്നാണോ മിസ്റ്റർ പ്രകാശിന്റെ വിചാരം? സാർ നല്ല 1-ാം ക്ലാസ് പാല അച്ചായനാ. വല്ല വെടിയിറച്ചിയോ ഹോട്ടോക്കോ ഉണ്ടെങ്കിലേ സാറ് പ്രസാദിക്കൂ. ഏയ്, അതൊക്കെ നിർത്തിയിടൂ. ഷുഗർ, പ്രഷർ എന്ന് വേണ്ട സർവ്വ കക്ഷികളും കയറി കൂടിയിരിക്കുക. ദേ, ഒരുമാതിരി സ്കൂൾ കുട്ടികളെ പോലെ ഇപ്പം ടൈം ടേബിൾ ജീവിതം. ഒരു പ്രായം കഴിഞ്ഞ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാ തരകൻ സാറേ. 1 ലിറ്റർ പാവയ്ക്ക ജ്യൂസ് കുടിപ്പിച്ചിട്ടാ രാവിലെ ശ്രീമതി എന്നെ പുറത്തേക്ക് വിടുന്നത് തന്നെ. 40 കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു. പിന്നെ ഒരുമാതിരി തട്ടി മുട്ടിയൊക്കെ അങ്ങ് പോണം. താൻ അങ്ങനൊന്നും പറയണ്ട. ഇപ്പോഴും ചില ലീലാവിലാസങ്ങൾ ഉണ്ടെന്നാണല്ലോ കേൾവി. അത് പിന്നെ അണ്ണാമൂത്ത മരങ്കേറ്റം മറക്കും സാറേ. ജസ്റ്റ് എ മിനിറ്റ്, ഇപ്പോ വരാം. ഹലോ, തരകണങ്ങളോ? താനെന്താടോ ഏതോ ഗാഠമായ ചിന്തയിലായിരുന്നു തോന്നുന്നു. ഞാൻ വന്നത് കൂടി അറിഞ്ഞില്ല. ഞാൻ വെറുതെ അങ്കിളിന് കോഫി പറയട്ടെ? ഏയ്, ഞാൻ ദാ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ഇത് വാങ്ങി വെച്ചിട്ട് കുറെ നേരമായെന്ന് തോന്നുന്നല്ലോ. നല്ല ചൂടായിരുന്നു, ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചു. ആ, ഇതിപ്പോ ഐസ് വാട്ടർ പോലെ ആയല്ലോ. ഗിരി എന്താ ഇന്ന് ലീവാണോ? അതെ. അല്ല, അല്ലെന്നോ അതെന്നോ? അതെ, ഹാഫ് ഡേ ലീവ് എടുത്തു. അല്ല, ഗിരിക്ക് ഇതെന്നാ പറ്റി? വല്ലാത്തൊരു വെമ്മിട്ടം പോലെ. ഹേയ്, ഒന്നുമില്ല അങ്കിൾ. അല്ല, ഞാനിവിടെ വന്നിരുന്നുകൊണ്ട് ഗിരിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഐ മീൻ എനി ഡിസ്റ്റർബൻസ്? ഹേയ്, ഒന്നുമില്ല അങ്കിൾ. ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യായിരുന്നു. ആരെ? അല്ല, എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് ചിലപ്പോ വല്ല പേഴ്സണൽ കേസും ആണെങ്കിലോ? ഓക്കെ, ഗിരിയുടെ പ്രൈവസി ഞാൻ കളയുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, വരട്ടെ. അല്ല മിസ്റ്റർ ഗിരി, വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എനി ഫാമിലി പ്രോബ്ലംസ്? അതെന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചത്? അല്ല, നമ്മുടെ വീടുകൾ തമ്മിലുള്ള ഒരു ടേംസ് വെച്ചിട്ട് ചോദിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ചോദിച്ചത്. ശ്യാമിന് എന്താണ് സംഭവിച്ചത്? അത് വ്യക്തമായിട്ട് ഗിരിക്കറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ല ചൊറിയുറുക്കും നീതിബോധവും പ്രൊഫഷനോട് ആത്മാർത്ഥതയൊക്കെയുള്ള ഒരു അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ്. കേസുകളും കോടതി മുറിയും എല്ലാം അയാളുടെ ആവേശമായിരുന്നു. അതുകൊണ്ടാണല്ലോ മിന്നുകെട്ടിയ പെണ്ണിനെ നല്ലവണ്ണം ഒന്ന് കണ്ടുതീരുന്നതിന് മുമ്പ് അയാൾ കേസിന്റെ കാര്യത്തിനായി
മൈലുകൾ താണ്ടി അങ്ങ് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ദിവസങ്ങളോളം കഴിഞ്ഞുകൂടിയത്. ശ്യാമിന് കേസുകെട്ടുകളുടെ നടുവിൽ നിന്ന് തിരിയാൻ പോലും സമയമില്ലാഞ്ഞിട്ടും എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയും കൂട്ടി എങ്ങാണ്ടേക്കോ ഒരു യാത്ര പോയിരിക്കുന്നു. ഏത് ദിക്കിലേക്കെന്നോ എന്ന് മടങ്ങി വരുമെന്നോ പോലും കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു യാത്ര. ശരിക്കും പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടം, ആൻ എസ്കേപ്പ്. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? അതെനിക്കെങ്ങനെ അറിയാൻ കഴിയാ? അവരെ ഹണിമൂണ് പോയതല്ലേ? വിവാഹം കഴിഞ്ഞുള്ള യാത്രയായതുകൊണ്ട് അതിനെ അങ്ങനെ ഒരു പേര് വിളിക്കാം. ശ്യാമിന്റെ ഈ യാത്രയുടെ ലക്ഷ്യം അത് തന്നെയാണോ? അങ്കിള് ശരിക്കും മനസ്സിലെന്തൊക്കെയോ സംസാരിക്കുക. ഞാൻ എന്തോ തെറ്റിയതുപോലെ. ഗിരി, ഞാനൊരു വക്കീലാണ്. അതുകൊണ്ട് തന്നെ സംസാരത്തിലും പ്രൊഫഷന്റെ ഒരു ചായ് വരുമെന്നുള്ളത് സ്വാഭാവികമാണല്ലോ. സ്വഭാവത്തിലും ഏതാണ്ട് അതുപോലെ തന്നെയാണെന്ന് കൂട്ടിക്കോ. ശ്യാമിന്റെ മാറ്റം അതെന്നെ കുറച്ചൊന്നുമല്ല ദുഃഖിപ്പിക്കുന്നത്. ഗിരിയിലും ചില മാറ്റങ്ങൾ ഞാൻ കാണുന്നു. അടുത്തടുത്ത ദിവസങ്ങളിൽ ഗിരിയും ശ്യാമും ഏറെ വൈകിയാണ് വീട്ടിലെത്തുന്നത്. എവിടെയെന്നോ എന്തെന്നോ അറിയാതെ വീട്ടുകാർ പരിഭ്രാന്തരാകുന്നു. തൊട്ടടുത്ത ദിവസം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എല്ലാം ഉപേക്ഷിച്ച് ശ്യാം ഗംഗയും കൂട്ടി എവിടേക്കോ ഒരു യാത്ര പോകുന്നു. നല്ല സ്മാർട്ടായിട്ട് ഓടി നടന്നിരുന്ന ഗിരി ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് റെസ്റ്റോറന്റിന്റെ ഏകാന്തതയിൽ വന്ന് തപസ്സിരിക്കുന്നു. വാട്ട് ഹാപ്പൻ ഗിരി? അല്ല, നിങ്ങൾക്ക് എന്നതാ സംഭവിച്ചത്? പ്ലീസ് അങ്കിൾ, എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കൊന്നും അറിയില്ല. ശ്യാമിന്റെ മറുപടി ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ എന്നതൊക്കെ ആയാലും ശ്യാം ജോലി ഉപേക്ഷിച്ചതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഹലോ തരകൻ സാറേ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? അതെ, എന്നെ ഏർപ്പാടാ. നിക്ക്, ഞാൻ വരുന്നു. നാളെ ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പുക്കുട്ടൻ നേരെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. എന്നതാ പ്രശ്നങ്ങളെന്നൊന്ന് അറിയണമല്ലോ. ശരി. ഹലോ, ഒരു കോഫി ആകാം അല്ലേ? വേണ്ട. ബില്ല് ഞാൻ പേ ചെയ്തോളാം ഗിരി. 1,00,000 രൂപ താങ്കൾ എനിക്ക് തരാൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കോഫിയെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിൽ മോശമല്ലെന്ന് കരുതിട്ടാ. നിങ്ങൾ എന്നെ പരിഹസിക്കാണോ? എന്തിന്? നൗ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. നോ, നെവർ. വൈ? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് ഫ്രണ്ട് ഇൻ നീഡ്. ആപത്തിൽ ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അതുപോലെ ഒരു അത്യാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് ഞാനല്ലേ? ഒരു ജീവപര്യന്തമോ കൊലക്കേറോ കിട്ടിയേക്കാവുന്ന ആ ക്രൈമിന്റെ ഏക ദൃക്സാക്ഷി. എന്നിട്ട് ഇതുവരെയെങ്കിലും ഞാൻ നിങ്ങളെ ഒറ്റുകൊടുത്തോ? അതിന്റെ പേരിൽ നിങ്ങൾ നന്നായി വിലപേശുന്നുണ്ടല്ലോ. നിങ്ങളുടെ ജീവന് കേവലം 1,00,000 രൂപ മാത്രമേ വിലയുള്ളൂ എന്ന് വിശ്വസിക്കാൻ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. എനിക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതൽ ചോദിക്കാമായിരുന്നു. നിങ്ങൾ തരികയും ചെയ്യും. ബട്ട് നോ, ഞാൻ ചോദിക്കില്ല. കാരണം തൊഴിലിനോട് നീതി പുലർത്തുന്നവനാണ് അയ്യർ. ഓവർ അംബീഷ്യസ് അല്ല. നിങ്ങൾ എന്തിനാ എന്നെ വീട്ടിൽ വന്നത്? മനഃപൂർവ്വമല്ല. നിങ്ങൾ എന്നെ അവിടേക്ക് വരുത്തിച്ചതാണ്. എന്നെപ്പോലെയുള്ളവരുമായുള്ള ഇടപാടുകൾ എത്ര നേർത്തി തീർക്കാമോ അത്രയും നേർത്തി തീർക്കുന്നതാണ് നിങ്ങളെപ്പോലെയുള്ള മാന്യന്മാർക്ക് നല്ലത്. ബുദ്ധിമാന്മാർ അങ്ങനെ. ശുഭസ്യ ശീഘ്രം. പണം ഞാൻ തരാം. മേലിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യരുത്. ഷുവർ. പക്ഷെ പണം എപ്പോൾ തരും? നാളെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത്. ഓക്കെ, ഞാൻ നിങ്ങളെ വിളിക്കാം. ബൈ.